നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻമന്ത്രി ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് കാരണമായത് CPM-ലെ പിണറായി വിരുദ്ധരുടെ കരുനീക്കങ്ങളാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗതാഗത മന്ത്രി സ്ഥാനം രാജിവെക്കുന്നതുവരെ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു ആന്റണി രാജു. തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കാൻ നൽകിയ കൊട്ടേഷനാണിതെന്ന് ആന്റണി രാജു സമ്മതിച്ചു. കേസിന്റെ വിചാരണ 1 കൊല്ലം കൊണ്ട് തീർക്കണമെന്നാണ് മലയാളിയായ ജസ്റ്റിസ് CT രവികുമാറിന്റെ വിധി. ഇത് അനുസരിക്കേണ്ടി വരും. ശിക്ഷിക്കപ്പെട്ടാൽ MLA സ്ഥാനം തെറിക്കും. മത്സരിക്കാനും കഴിയില്ല. പിണറായിക്ക് നൽകിയ പണിയാണ് രാജുവിന് ഏറ്റത്. KSRTC-യിലെ CITU ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തീർത്താൽ തീരാത്ത ദുരിതത്തിൽ തള്ളിയിട്ട ആന്റണി രാജു CPM-ന്റെ കണ്ണിലെ കരടായി മാറിയിട്ട് കുറച്ച് നാളുകളായി. മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ടെന്ന ഹുങ്കാണ് ആന്റണി രാജുവിനെ നയിച്ചത്. CITU-കാർക്കെതിരെ നടപടിയെടുക്കാൻ വരെ ആന്റണി രാജു തയ്യാറായി. ഇതിനെതിരെ CPM-ന്റെ ഉന്നത നേതാക്കൾ രംഗത്ത് വന്നിട്ടും ഫലമുണ്ടായില്ല. ഇതിനുള്ള മറുപടിയായിരുന്നു ആന്റണി രാജുവിനുള്ള അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയ കേസ്. ആന്റണി രാജു ഉൾപ്പെട്ട ലഹരി കേസിലെ തെളിവ് നശിപ്പിക്കാൻ വിദേശ പൗരൻ കൈക്കൂലി നൽകിയെന്ന ഇന്റർപോൾ റിപ്പോർട്ട് പുറത്തായത് അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കെയാണ്. ഇത് മാധ്യമങ്ങൾക്ക് നൽകിയതും പാർട്ടിക്കാരാണത്രേ. കേരള പോലീസിന് ഇന്റർപോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്റണി രാജുവിനെതിരായ കേസ് അന്വേഷണം വീണ്ടും തുടങ്ങിയത്. ആന്റണി രാജു തെളിവ് നശിപ്പിച്ചത് വഴി രക്ഷപ്പെട്ട വിദേശ പൗരൻ പിന്നീട് ഓസ്ട്രേലിയയിൽ കൊലക്കേസിലും പ്രതിയായിരുന്നു. ജന്മനാ ക്രിമിനലാണ് ഈ വിദേശിയെന്നാണ് വിവരങ്ങൾ. അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കടത്തി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ആന്റണി രാജുവും കോടതി ക്ലർക്കും ചേർന്ന് രക്ഷിച്ച കേസിലെ അട്ടിമറി കേരളത്തിൽ ചർച്ചയായിട്ട് വർഷങ്ങളായി. ആന്റണി രാജു പ്രതിയായ കേസ് ആദ്യം കേരള പോലീസ് അട്ടിമറിച്ചെങ്കിലും കേസിന് വീണ്ടും ജീവൻ വെക്കാൻ കാരണം ഇന്റർപോളിന്റെ റിപ്പോർട്ടാണ്. ലഹരി കേസ് പ്രതി ആൻഡ്രൂ സാൽവദോർ സാർവലി ഓസ്ട്രേലിയയിൽ കൊലക്കേസിൽ പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ കഥ പുറത്താകുന്നത്. ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന 1996 ജനുവരിയിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് കത്തയച്ചു. ഇടത് സർക്കാർ ഭരണകാലത്ത് ഈ റിപ്പോർട്ട് ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചു. പിന്നീട് സർക്കാർ മാറിയതോടെ ദക്ഷിണ മേഖല IG TP സെൻകുമാറാണ് ഇന്റർപോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടി മുതൽ നശിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. അന്വേഷണത്തിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മറ്റൊരു നൂലുകൊണ്ട് തുന്നിയതായി കണ്ടെത്തി. ഇന്റർപോൾ വരെ റിപ്പോർട്ട് ചെയ്ത അപൂർവമായ കേസ് വിചാരണ പോലും പൂർത്തിയാകാതെ ഇഴഞ്ഞു നീങ്ങി. വിചാരണ തുടങ്ങാത്തതിനെതിരെ CPM പിന്തുണയോടെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. 2014 ഏപ്രിൽ 30-നാണ് കേസ് വിചാരണയ്ക്കായി പരിഗണിക്കാൻ തുടങ്ങിയത്. ലഹരി മരുന്നുമായി എത്തിയ ആളെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതൽ മാറ്റി കോടതിയെ കബളിപ്പിച്ചുവെന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ്. മുൻപ് തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നും ജയിച്ച ആന്റണി രാജു പിന്നീട് ജയിക്കാത്തത് ഈ അടിവസ്ത്രം മോഷണത്തെ തുടർന്നാണ്. 1994 വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിന് ആധാരം. ലഹരിക്കടത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതൽ മാറ്റിയതിന് 1994 എടുത്ത കേസിൽ ഇതുവരെ കോടതിയിൽ ഹാജരാകാൻ ആന്റണി രാജു തയ്യാറായിട്ടില്ല. 2014 മുതൽ ഇതുവരെ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ തുടങ്ങാൻ പോലും ആകാത്ത രീതിയിൽ കേസ് നീട്ടിക്കൊണ്ടു പോകുകയാണ്. ആന്റണി രാജു തിരുവനന്തപുരം മഞ്ചൂർ ബാറിലെ ജൂനിയർ അഭിഭാഷകനായിരുന്ന സമയത്താണ് തൊണ്ടി മുതൽ മാറ്റിയ സംഭവം ഉണ്ടാകുന്നത്. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 61 ഗ്രാം ഹാഷിഷുമായി ആൻഡ്രൂ സാൽവദോർ സർവലി 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കേസ് വിചാരണയ്ക്കെത്തിയത്. ആന്റണി രാജു തന്റെ സീനിയർ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് പ്രതിയുടെ വക്കാലത്തെടുത്തെങ്കിലും കേസ് തോറ്റു. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി KV ശങ്കരനാരായണൻ ഉത്തരവിറക്കി. എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. കുഞ്ഞിരാമമേനോനായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്തത്. ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമായിരുന്നു. അടിവസ്ത്രം പ്രതിക്കിടാൻ കഴിയില്ല എന്ന് നേരിട്ടതിന് ശ്രമിച്ചു നോക്കി തന്നെ ഉറപ്പാക്കി ഹൈക്കോടതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിട്ടു. തൊട്ടു പിന്നാലെ ആൻഡ്രൂ രാജ്യം വിട്ടു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് വിചാരണ കോടതി ഞെട്ടിയത്.
കേസിൽ കൃത്രിമം നടന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി. കേസ് അന്വേഷിച്ച CI KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകി. 3 വർഷം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതിനിടെ ആന്റണി രാജു ആദ്യമായി നിയമസഭാംഗമായി. 2002 കേസിൽ തെളിവില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ഇതിനായി കോടതിയിൽ ഇത് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകി. കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് 2005-ലാണ്. ആന്റണി രാജുവിനെയാണ് പോലീസ് പ്രധാനമായും സംശയിച്ചത്. കേസ് പുനരന്വേഷിക്കാൻ അന്നത്തെ ഉത്തരമേഖല IG TP സെൻകുമാർ ഉത്തരവിട്ടതോടെയാണ് കളി കാര്യമായത്. അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭയാണ് കേസ് അന്വേഷിച്ചത്. വഞ്ചിയൂർ കോടതിയിലെ തൊണ്ടി സെഷൻസ് ക്ലർക്ക് KS ജോസ്, ആന്റണി രാജു എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയെ ചതിച്ചു, ഗൂഢാലോചന നടത്തി എന്നതടക്കം 6 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. 2006 ഫെബ്രുവരി 13 ഇത് സംബന്ധിച്ച് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി. തുടർന്ന് അക്കൊല്ലം തന്നെ മാർച്ച് 23 വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും 8 വർഷം കേസിൽ ഒരനക്കവും കണ്ടില്ല. തുടർന്ന് 2014 കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. 22 തവണയാണ് കോടതി കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ചപ്പോഴൊന്നും ആന്റണി രാജുവോ കൂട്ടുപ്രതികളോ കോടതിയിൽ ഹാജരായില്ല. തുടർന്ന് വിചാരണയില്ലാതെ കേസ് അനന്തമായി നീണ്ടു. ഓഗസ്റ്റ് 4 23ാം തവണ കേസ് പരിഗണിക്കാനിരിക്കെ ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ആന്റണി രാജു നിയമസഭാംഗവും മന്ത്രിയുമായിരുന്നു. സജി ചെറിയാന്റെ രാജിയുടെ ക്ഷീണം തീരുന്നതിന് മുൻപാണ് ആന്റണി രാജുവിന്റെ ക്ഷീണം പിണറായിയെ കടന്നാക്രമിക്കാൻ ഒരുങ്ങിയത്. രാജുവിന് പിണറായിയുടെ പിന്തുണയുണ്ടായിരുന്നു. കോടതിയിലെത്തുന്ന കേസുകളിൽ തെളിവാകേണ്ട തൊണ്ടി വസ്തുക്കളുടെ വിവരം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് തൊണ്ടി രജിസ്റ്റർ. ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ വസ്തുക്കളെല്ലാം തൊണ്ടി സെഷൻസ് സ്റ്റോറിലേക്ക് മാറ്റുന്നു. പിന്നെ കോടതിയുടെ അനുമതിയില്ലാതെ ഈ വസ്തുക്കളൊന്നും പുറത്തേക്കെടുക്കാൻ കഴിയില്ല. ഈ കർശന വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചാണ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജു തൊണ്ടി വസ്തുവായ അടിവസ്ത്രം പുറത്തു കടത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആന്റണി രാജു തൊണ്ടി മുതൽ കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന രേഖയും ലഹരിക്കടത്ത് കേസിൽ തൊണ്ടി മുതലായി പിടിച്ച അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന വിധിന്യായത്തിലെ ഭാഗവും കോടതി രേഖകളിലുണ്ട്. മയക്കുമരുന്നുമായി പിടിയിലായി 4 മാസത്തിന് ശേഷം പ്രതിയുടെ ബന്ധുവെന്ന് അവകാശപ്പെട്ട് പോൾ എന്നൊരാളെത്തുന്നു. പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തതും എന്നാൽ കേസുമായി ബന്ധമില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷിക്കുന്നു. അനുകൂല ഉത്തരവ് നേടിയ ബന്ധുവിനെ കൂട്ടി ആന്റണി രാജു തൊണ്ടി സെക്ഷനിലെത്തുന്നു. അവിടെ നിന്ന് പ്രതിയുടേതായ സാധനങ്ങൾ, തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, കാസറ്റ്, ടേപ്പ് റെക്കോർഡർ എല്ലാം എടുക്കുന്നു. ഇതിനൊപ്പം കോടതി ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രവും കൈവശപ്പെടുത്തുകയായിരുന്നു. ഈ അടിവസ്ത്രമാണ് പിന്നീട് കേസിൽ പ്രതിയുടെ രക്ഷപ്പെടലിന് വഴിയൊരുക്കിയത്. ഇത് ആന്റണി രാജുവിന്റെ ബുദ്ധി എന്നാണ് കരുതുന്നത്. അടിവസ്ത്രം 4 മാസത്തോളം ആന്റണി രാജുവിന്റെ കസ്റ്റഡിയിലായിരുന്നു. കേസ് ഹൈക്കോടതിയിൽ 12ാം മാസം വിചാരണ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് തിരികെ ഏൽപ്പിക്കുന്നത്. ഈ കാലയളവിലാണ് ഇത് വെട്ടിത്തയ്ച്ച് കൊച്ചു കുട്ടികളുടേതുപോലെയാക്കി പ്രതിക്കിടാൻ കഴിയാത്ത പരുവത്തിലാക്കിയത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. ഏറ്റുവാങ്ങി കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും ആന്റണി രാജു തന്നെ എഴുതി ഒപ്പിട്ട ഈ രേഖയാണ് കേസിലെ ഏറ്റവും പ്രധാന തെളിവ്. വിചാരണ നടന്നാൽ രാജു ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാണ്. ആദ്യ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ കോടതി ജീവനക്കാരന്റെ സഹായം കിട്ടിയെന്ന് അന്വേഷണത്തിൽ വ്യക്തമാണ്. എന്നാൽ ആന്റണി രാജു പ്രതിയായ കേസ് അനന്തമായി നീണ്ടു പോകുന്നതിന്റെ കാരണം അസാധാരണമാണ്. സമൻസ് അയച്ചിട്ടും വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെ കോടതിയിൽ ഹാജരാകാത്ത പ്രതിക്ക് വാറന്റ് അയക്കുന്നതാണ് സാധാരണഗതിയിൽ കോടതി ചെയ്യാറുള്ളത്. എന്നാൽ 22 തവണ സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാകാത്ത പ്രതികളോട് എന്തിനാണ് ഇത്ര സൗമനസ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു. മന്ത്രിയായിരിക്കെ ഓവർ സ്മാർട്ടായ ആന്റണി രാജുവിനെ CPMലെ ഒരു വിഭാഗം നേതാക്കൾ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. രാജുവിനെ രാജിവെപ്പിച്ച് കേസിൽ കുരുക്കി അകത്താക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ അതിനു മുൻപ് തന്നെ ആന്റണി രാജു രാജിവെച്ചു. KSRTCയിൽ നടന്നത് പിണറായി ആന്റണി രാജു അഴിമതിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് CPMകാർ. ഹൈക്കോടതിയിൽ പോയെങ്കിലും ആന്റണി രാജുവിനെ അകത്താക്കുമെന്ന് ഇവർ ആണയിട്ടു. സുപ്രീം കോടതി വിധി വരുമ്പോൾ ആന്റണി രാജു മന്ത്രിയല്ലാത്തത് ഭാഗ്യം.
കെ.ബി. ഗണേഷ് കുമാറിനെ ഗതാഗത മന്ത്രിയാക്കിയത് CPM-ലെ പിണറായി വിരുദ്ധരാണ്. സുപ്രീം കോടതി ഉത്തരവ് ആന്റണി രാജു മന്ത്രിയായിരിക്കെ വരുത്താനായിരുന്നു CPM-ലെ ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം. എന്നാൽ അത് ഇപ്പോഴായത് ആന്റണി രാജുവിന്റെ ഒരു ഭാഗ്യമാണ്. പക്ഷേ ഇത് ഭാഗ്യമെന്നും കരുതാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി കട്ടായം പറഞ്ഞിരിക്കുകയാണ് വിചാരണ നേരിടണമെന്ന്. അങ്ങനെയെങ്കിൽ ഉറപ്പായും MLA സ്ഥാനം പോകും. ഏതായാലും ആന്റണി രാജുവിന് CPM-ലെ ഒരു വിഭാഗം നൽകിയ കൊട്ടേഷന്റെ ഫലം അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.